ഇനി ഓർഡർ വരണമെങ്കിൽ കിട്ടെ. നമുക്കൊരു പാട്ടൊക്കെ കേട്ട് അങ്ങോട്ട് പോവാം. അയ്യോ പണ്ട് ചാർജർ കേബിൾ മാറ്റണം. റൂമിലെത്തുമ്പോഴത്തേനും ഫ്രൈ ആയിട്ടുണ്ടാവും. ഞാൻ അമ്മാതിരി വെയിലാണ് അടിക്കണത്. ചാർജറിൻ്റെ കേബിളാണെങ്കിൽ ഇടക്കിടക്ക് ഊരി പോരാണ്. പിന്നെ ഒരു കാര്യം, പുതിയതായിട്ട് സ്വിഗ്ഗി ഓർഡർ ഇറങ്ങുന്ന കുട്ടന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് കുറച്ച് ഓർഡറൊക്കെ നല്ല ബൾക്കായിട്ട് നല്ല കാശ് അങ്ങോട്ട് ഉമ്മാർ കയറ്റി അങ്ങോട്ട് തരും. ഒരു ഓർഡറിന് 100 രൂപ 110 രൂപ 170 രൂപ ഒക്കെ വെച്ചിങ്ങനെ തരും. വാരിക്കോരി അങ്ങോട്ട് തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ട്വിസ്റ്റ് അങ്ങോട്ട് ഇടുവന്മാർ. ഓർഡറും കിട്ടില്ല. കിട്ടുന്ന ഓർഡറാണെങ്കിൽ 20 രൂപ 30 രൂപ 40 രൂപ 50 രൂപ അങ്ങനത്തെ ഒക്കെ ഓർഡർ. ഒരു 500 രൂപ കിട്ടണമെങ്കിൽ 10 ഓർഡറൊക്കെ എടുക്കണം. അങ്ങനത്തെ ഒക്കെ ഒരു സീനാണ് ഇപ്പോൾ സ്വിഗ്ഗിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണതാണ്. ആർക്കും പ്രത്യേകിച്ച് ഓടിയിട്ടൊന്നും കിട്ടാനുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ഓടിക്കാൻ നിൽക്കണ പിള്ളേരുടെ അടുത്ത് പറയാനുള്ളത് ഇതാണ്, ചാടിക്ക് കയറി അങ്ങോട്ട് കുറേ ലോണൊക്കെ എടുത്ത് വണ്ടി വാങ്ങിയിട്ട് ഇത് വെച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റായിക്കൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ നടക്കും. പക്ഷേ സംഭവം അത്ര സിമ്പിളല്ല എന്ന് ഞാൻ പറഞ്ഞു. എല്ലാ പഠിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ അറച്ചൊക്കെ കെട്ടി സെറ്റായിട്ട് എന്തായാലും വെയിലുള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കാമല്ലോ. ഇതെന്തായാലും സംഗതി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിലത്തെന്താ തളരണ്ട. അപ്പോൾ ഞാൻ ഓൾറെഡി സ്വിഗ്ഗിക്ക് ഒരുപാട് കാശ് കൊടുക്കാണ്ട്. എങ്ങനെയാണ് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ഓടും. അവന്മാർ ഡെലിവറി കാശൊക്കെ എടുത്ത് ഞാൻ ചിലവാക്കും. എന്നിട്ട് അവന്മാർക്ക് പിന്നെ ഞാൻ കടം വെച്ചിട്ട് പിന്നെ കൊടുക്കും. ഇന്നോടിയ കാശൊന്നും 5 പൈസ എനിക്ക് കിട്ടാൻ പോകില്ല. എന്നാലും വെറുതെ ഒരു സുഖം, ഒരു മനസുഖം. അണ്ണന്മാർ തണ്ടികളെല്ലാവരും ഉണ്ട്. ஐயா வணக்கம். அப்படியா? அதான் நிறைய காசு வந்துருச்சுல்ல, எதுக்கு நிறைய சம்பாதிச்சுக்கிட்டு? நைட்டு போயிடும். நைட்டு ஒரு 7 மணிக்கு. வெயில் அடிக்குது. என்ன வெயில் அடிக்குது. ஐயோ கடுப்பாகுது எனக்கு. ரைடு போய்ட்டு ரைடு. ഇങ്ങോട്ട് വരാം. വീട്ടിലങ്ങോട്ട് ഇതൊക്കെ അങ്ങോട്ട് എടുത്തെറിഞ്ഞിട്ട് അയ്യടോ നേരെ കിടന്നുറങ്ങാം.